എസ്രയുടെ സെറ്റിൽ കണ്ട പ്രേതം CCTVയിൽ കുടുങ്ങി. ഫോർട്ട് കൊച്ചിയിലെ ഒരു പഴയ വീട്ടിൽ ചിത്രീകരണത്തിനിടെ ലൈറ്റുകൾ തുടർച്ചയായി മിന്നുമായിരുന്നെന്നും ആദ്യം വൈദ്യുതിയുടെ പ്രശ്നമായിരിക്കുമെന്ന് അണിയർക്കാർ കരുതിയെങ്കിലും അത് അങ്ങനെയായിരുന്നില്ലെന്നുമൊക്കെ വാർത്ത പ്രചരിച്ചു. പിന്നാലെ ക്യാമറ ഉൾപ്പെടെയുള്ള സാങ്കേതിക ഉപകരണങ്ങളുടെ പ്രവർത്തനത്തിലും തടസ്സം നേരിട്ടതോടെ ഒരു വൈദികനെ കൊണ്ടുവന്ന് വെഞ്ചരിപ്പ് നടത്തിയത്രേ. മട്ടാഞ്ചേരിയിലെ ഒരു ബാറിന് മുന്നിൽ വെച്ച് രാത്രി ചിത്രീകരണം നടക്കുമ്പോഴാണ് ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന വാഹനം കാണാതെ പോയത്. ചിത്രീകരണത്തിന് വേണ്ട അത്യാവശ്യ ചില സാധനങ്ങളൊക്കെ അതിലാണ്. എല്ലാവരും വാഹനത്തിനായുള്ള അന്വേഷണം ആരംഭിച്ചു. ലൊക്കേഷനിലും പരിസരത്തും അരിച്ചുപെറുക്കിയിട്ടും വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് ട്രാഫിക് പോലീസ് ലൊക്കേഷനിലേക്ക് ഫോൺ വിളിക്കുന്നത്. ഒരു ഷൂട്ടിംഗ് വാഹനം നഗരത്തിലെ റോഡിൽ വഴിമുടക്കി നിൽക്കുന്നുണ്ട്. ചെന്നു നോക്കിയപ്പോൾ കാണാതായ അതേ വാഹനം. ഇതോടെ എല്ലാവരും ഭയന്നു. പിറ്റേ ദിവസം ബാറിലെ CCTV പരിശോധിച്ചപ്പോഴാണ് യഥാർത്ഥ പ്രേതത്തെ കണ്ടെത്തിയത്. ബാറിൽ മിനുങ്ങാൻ വന്ന ഒരു പുള്ളിക്കാരൻ 2 വീശിയ ശേഷം പുറത്തേക്കിറങ്ങി വന്നു. അപ്പോഴാണ് അവിടെ ഒരു വാഹനം കിടക്കുന്നത് കണ്ടത്. നോക്കിയപ്പോൾ താക്കോലും വണ്ടിയിൽ തന്നെയുണ്ട്. ആശാൻ വണ്ടിയിൽ കയറി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് വാഹനം ഓഫായപ്പോൾ കുടിയനായ ഡ്രൈവർ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. വാഹനവുമായി കുടിയൻ പോകുന്ന ദൃശ്യം ബാറിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇനി എസ്ര എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ സമയത്ത് ശരിക്കുള്ള പ്രേതം ഉണ്ടായിരുന്നുവെങ്കിലും ഇല്ലെങ്കിലും മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് പുതിയൊരു അനുഭവമായിരിക്കും എസ്ര. ട്രെയിലർ ആ ഒരു ഉറപ്പ് നൽകുന്നതാണ്. സിനിമ ജനുവരി 5-ന് റിലീസ് ചെയ്യും.